2 LED ബൾബുകൾ വീതം സൗജന്യമായി നൽകുകയാണ് ഈ അധ്യാപിക. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപിക ലിൻസി ജോർജ് ഭവന സന്ദർശനത്തിനായി വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തിയപ്പോൾ മിക്ക വീടുകളിലും 60 വാട്ട്സിന്റെ ബൾബുകൾ ഉപയോഗിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കുന്ന ടങ്സ്റ്റൺ ബൾബുകൾ മാറ്റി LED ബൾബുകൾ വാങ്ങാൻ മിക്ക മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇക്കാര്യങ്ങൾ കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചു. ഇവരുടെ സഹകരണത്തോടെ സ്കൂളിലെ 360 കുട്ടികൾക്കും ബൾബ് വാങ്ങുന്നതിനുള്ള പണത്തിന്റെ പകുതി നൽകുകയും ബാക്കി തുക ലിൻസി ടീച്ചറിന്റെ ശമ്പളത്തിൽ നിന്നും എടുത്ത 9 വാട്ട്സിന്റെ LED ബൾബുകൾ വാങ്ങി നൽകുകയുമാണ്. ബൾബ് വിതരണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത് സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്. ജീവിതവും പ്രവർത്തനവും എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, പ്രാവർത്തികമായി അത് എത്തിക്കുന്നതിനുള്ള ശ്രമത്തിൽ വലിയ പങ്ക്, ഏറെ സഹകരണം ജനങ്ങൾക്ക് ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ടീച്ചർ എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ഊർജ്ജം ലാഭിക്കാൻ ഉതകുന്ന മാർഗങ്ങളും നമുക്ക് ആവശ്യമാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താപോർജ്ജത്തിൽ നിന്നും നമ്മൾ കൂടുതൽ എങ്ങനെയാണ് സേവ് ചെയ്യാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് വൈദ്യുതി എടുക്കുന്നത് മാത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും ജലവൈദ്യുതി പദ്ധതികൾ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് മാത്രം ആവുന്നില്ല. ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഒരുപക്ഷെ നമ്മുടെയാവും. 2ാം ഘട്ടം തുടങ്ങാനായിട്ട് നമ്മൾ ആലോചിക്കുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായി ഇടുക്കി പദ്ധതി മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. വിപണിയിൽ 100 രൂപ വിലയുള്ള 2 LED ബൾബുകൾ വീതമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഇത് കുട്ടികൾ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു തുക വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കുന്നതിനൊപ്പം അനേക യൂണിറ്റ് വൈദ്യുതിയും ലാഭിക്കാൻ കഴിയും. വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കി അവരോട് പറഞ്ഞെങ്കിലും അവർക്കത് മേടിക്കാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനും രാജഗിരി കോളേജും കൂടി സംയുക്തമായിട്ട് ഇങ്ങനെയൊരു പദ്ധതി പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ പകുതി പൈസ രാജഗിരി കോളേജ് ആണ് നൽകിയത്. ബാക്കി പൈസ ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രയോജനം മുരിക്കാട്ടുകുടി സ്കൂളിലെ 360ഓളം കുട്ടികളുടെ ഭവനങ്ങളിൽ ലഭ്യമാകും. ഉദ്ഘാടന ചടങ്ങിൽ അധ്യാപകരായ GGTC ലിൻസി ജോർജ് എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ വി ശിവകുമാർ, PTA പ്രസിഡന്റ് KR സുകുമാരൻ നായർ എന്നിവർ നേതൃത്വം നൽകി.